രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയത് മലയാളം വെർഷനാണ്. അതിൻ്റെ ഓണർഷിപ്പ് എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ കിടക്കുന്നത്. അത് ഞാൻ ഉടമസ്ഥത എന്ന് പറയാൻ കാര്യം. മുദ്രിതമാക്കുമ്പോൾ നമുക്കറിയാം, രക്ഷയുടെ ദിനത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ദൈവം ഉടമസ്ഥതയിൽ കൊണ്ടുവരികയാണ് നമ്മുടെ. അപ്പം മിനിമം ഇപ്പോൾ ഈ ഡിസ്ലിവായുടെ വിഷയമെന്ന് പറയണത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലാണ് അവരെ. അതുകൊണ്ടാണ് സ്വന്തം വിഷയം മാനുഷികമായി ചിന്തിച്ചപ്പോൾ സ്വന്തം ലിവറിൻ്റെ സൗഖ്യമല്ലേ പ്രധാനപ്പെട്ടത്, അനിയത്തിൻ്റെ വീട് എപ്പോഴായാലും കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് സഹോദര സ്നേഹത്തിനെതിരെ സ്വന്തം വിഷയം ചിന്തിച്ചപ്പോൾ ഉടനെ അറ്റാക്ക് വന്ന് കണ്ടില്ലേ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയണത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ അപ്പത്തേനെ നിങ്ങൾ അനിയത്തിനെ വെട്ടിദൂരെ കളയും, എന്നിട്ട് നിങ്ങളുടെ കാര്യം എഴുതി വെക്കും. അതാണ് പ്രശ്നം. ആധ്യാത്മികത എന്ന് പറയുന്നത് സൂക്ഷ്മതയാണ്. ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലെ ജീവിക്കാൻ ആവശ്യമായ ജീവിത വിശുദ്ധിയിലൂടെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട എഫേസ്യസ് 4:30 വചനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: ഡു നോട്ട് മേക്ക് ഹോളി സ്പിരിറ്റ് സാഡ്. നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പ് ഓൺ യു എന്നാണ്. ഓണർഷിപ്പ് അതായത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഉടമസ്ഥതയുടെ മുദ്രയാണ്. ഇപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറയാമോ, ഈ സൂസൻ ഡിസിൽവയ്ക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെക്കുറിച്ച് പറയുകയാണ് ഞാൻ. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഹോളി സ്പിരിറ്റ് ഇസ് ദ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പ് ഓൺ യു. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. ആ പരിശുദ്ധാത്മ നിറവുള്ളത് കൊണ്ട് തന്നെ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പാണ്, ദൈവത്തിൻ്റെ ഉടമസ്ഥതയുടെ മുദ്രയാണ്. അതുള്ളത് കൊണ്ടാണ് അവർ റീതിങ്ക് ചെയ്യണത്. എന്താ റീതിങ്ക് ചെയ്യണത്? കർത്താവിനോട് ചോദിക്കാം എന്ന്. കർത്താവിനോട് ചോദിക്കാം, അനിയത്തിൻ്റെ പേര് ഉടമ്പടിയിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കാം, അല്ല ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഗോഡ്സ് ഓണർഷിപ്പ് ആയിട്ട് പരിശുദ്ധാത്മാവ് നമുക്കുണ്ടാകണം. ഇതുകൊണ്ടാണ് ഞാൻ എന്നും നിങ്ങളോട് പറയണത്, മിനിമം പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന് പറയണത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മ വിട്ടുപോയാൽ നമ്മൾ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യും. അത് ലോകാരൂപിയിലായിരിക്കും ചെയ്യണത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൺസേൺ, അതിൻ്റെ അകത്ത് കൺകറൻസ് ഒന്നും അതിൻ്റെ അകത്ത് കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവളെ ചോദിച്ചപ്പോൾ ഉടനെ കർത്താവിന് മറുപടിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ഞാൻ ഇഷ്ടം പോലെ നൽകുന്നു. പിന്നെ നിനക്ക് നിൻ്റെ പേര് വെച്ചിരിക്കുന്നില്ല എന്നോർത്തുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് ഈശോ പറയണത്. നിൻ്റെ പേര്, നിൻ്റെ ഫാറ്റി ലിവറിൻ്റെ വിഷയം ഉടമ്പടിയിൽ ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതി. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ഇരിക്കുന്നുവെന്ന് നീ തിരിച്ചറിഞ്ഞാൽ തന്നെ നിനക്ക് അവിടെ വെച്ച് വിടുതലും സൗഖ്യവും ഉണ്ടാവും. പ്രാർത്ഥിക്കണമെന്ന് പോലില്ല. ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ആണ് ഞാനിവിടെ സാന്നിധ്യം നൽകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലയത്തിലാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാവും. കാര്യം അനുഭവം ഒക്കെ ഉണ്ടാകുന്നത് അറിവിൽ നിന്നാണ്. അറിവിൻ്റെ ഏറ്റവും നിലവാരമുള്ള അറിവ് തിരിച്ചറിവാണ്.
ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് ആത്മാഭിഷേകത്തോടെ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സൂസൻ ഡിസിൽവായെ അവതരിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരിലൂടെ ഉണ്ടാകുന്ന ഒരു സൈലൻറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്കത് വളരെ ടഞ്ചബിളായിട്ട് മനസ്സിലാകും. ആ സാക്ഷ്യം കേൾക്കുമ്പോഴേ അവർക്കത് മനസ്സിലായിട്ടുള്ളതെന്ന് അറിയത്തില്ല, പക്ഷേ അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാര്യം അല്ലെങ്കിൽ കർത്താവ് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ലോകാരൂപിയിലോ മനുഷ്യാരൂപിയിലാണ് നയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 78% ദാറ്റ് മീൻസ് ബ്രിമ്മിൽ നിൽക്കുകയാണ്. അതായത് ലിവർ സിറോസിൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്ന ഒരാൾ, അവർ അതിനു വേണ്ടിയാണ് ചികിത്സയ്ക്ക് വേണ്ടി വന്നത്, അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷെ മറ്റുള്ള അപ്പൻ്റെയും അമ്മയുടെയും അമ്മായിയമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ അനിയത്തിൻ്റെയും കാര്യം ഓർത്തപ്പോൾ ഇത് വിട്ടുപോയതാണ് ശരിക്കും. പക്ഷേ അത് ക്ലാസ്സിൽ ചെന്നപ്പോൾ അത് ഓർത്ത് വീണ്ടും അവരെ ഓർത്തപ്പോൾ അവർക്ക് അത് വെട്ടാൻ തോന്നണില്ല. വെട്ടാൻ തോന്നണ മുമ്പ് ഈശോയോട് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ചോദിക്കാമെന്ന് വിചാരിച്ചതാണ് പരിശുദ്ധാത്മാവിൽ അവരിലുണ്ടെന്നതും രക്ഷയുടെ ദിനത്തിനായി അവരെ മുദ്രപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണത്. ഇതേ ഒരു സ്റ്റാൻഡേർഡിലേക്കും സ്റ്റാറ്റസിലേക്കും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി സ്തുതിക്കേണ്ട. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലൂടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവർ ഇത് എഴുതാതെ തന്നെ മനസ്സുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് സഹോദര സ്നേഹത്തോടെ ഉടമ്പടി ചെയ്തിട്ട് അവർ തിരിച്ചു പോകും. തിരിച്ചു പോകുന്നത് ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലേക്കാണ് തിരിച്ചു പോണത്. ആ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ അവർ തിരിച്ചു ചെന്നിട്ട് അവരവിടെ സ്കാനിങ്ങും ടെസ്റ്റിങ്ങും ലാബും ഒന്നുമില്ല, നാച്ചുറോപ്പതിയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവർ ഡോക്ടറിനോട് പറയും, ഡോക്ടറെ എൻ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം, ടെസ്റ്റ് ചെയ്യണം. കാര്യം ഇവിടെ നിന്ന് ഞാൻ ചികിത്സ എടുത്താലും ഇത് കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് ഉണ്ടായെന്ന് ഞാൻ അറിയണമല്ലോ എനിക്ക്. അപ്പോൾ ഇവർ ഉടമ്പടി എടുത്തിരിക്കണത് എന്നാണ്? ജനുവരി 19. ഇവർ മെഡിക്കൽ ഇവർ നാച്ചുറോപ്പതി ചെന്നിരിക്കണത് എന്നാണ്? ജനുവരി 23. അപ്പോൾ ഡോക്ടറിനോട് പറയാം അവർ എൻ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് എടുക്കണം. കാര്യം ഞാനിവിടെ 2 ആഴ്ചത്തെ ചികിത്സ കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് എന്ത് ഡിഫറൻസ് ഉണ്ടായെന്ന് എനിക്കറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഓക്കെ യു ടേക്ക് എന്ന് പറയും. ഉടനെ അവർ എടുക്കുമ്പോൾ അവർ കാണുന്നൊരു ഞെട്ടിപ്പിക്കുന്ന സത്യമുണ്ട്. എന്താണ് കാര്യം? 78% ഉണ്ട് ലിവർ സിറോസിസ്, അത് 0 ആയിരിക്കണം. കൈ ഇടിച്ച് കിടത്താൻ സാക്ഷ്യം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 19-ആം തീയതി ഇവർ ഉടമ്പടി എടുത്തിരിക്കുന്നു. ഇവരെപ്പോഴാണ് ലാബ് ടെസ്റ്റ് ചെയ്യണത്? 19-ആം തീയതി വരെ ഉണ്ടാകുന്ന ഇവരുടെ മെഡിക്കൽ ടെസ്റ്റ് 78% ലിവറിൽ കൊഴുപ്പ്. ഇവർ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ആവശ്യം പോലെ നൽകുന്നതാണ്. അതാണ് സംഭവം. കാര്യം ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് 4 ദിവസം 23 ആയപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഇത് നോർമലായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി 4 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യണത്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് അമ്മ ആദ്യം പറഞ്ഞത് 2016 ഉടമ്പടി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഉടനടി പരിഹാരം എന്നാണ്. അപ്പോൾ എന്നോട് സഭയുടെ അധികാരികളെ പറ്റുമ്പോൾ ഞാൻ ഉടമ്പടി പരിഹാരം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകും, ജനങ്ങൾ ഇതിലെങ്കിൽ ചാടി ഇതിനകത്ത് വീഴും, അപ്പോൾ ചില ആൾക്കാരെ കിട്ടിയില്ലേ പിന്നെ അത് പ്രോബ്ലം ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയുടെ അധികാരികൾ എന്നോട് കറക്റ്റ് ചെയ്ത് ഉടനെ അവരുടെ ഞാൻ ഹെഡിങ് ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞത് ഉടനടി പരിഹാരം തന്നെയാണ്. പക്ഷേ ഉടനടി പരിഹാരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ പരിഹാരം. ലോകാരൂപിയ ദുഷ്ടാരൂപിയാണ് നിലയിലുള്ളതെന്നുണ്ടെങ്കിലാണ് ഇത് സമയമെടുക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ സമയമെടുക്കുന്നത് നിൻ്റെ കുഴപ്പമാണ്. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറയണത് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം സ്നേഹമാണ്, അല്ലേ? അത് ഉറക്കല്ലേ? കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പോൾ ഗലാത്യർ 5:22 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ
സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? ഒന്നാമത്തെ എന്താണ്? സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ സഹോദര സ്നേഹമാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ അനിയത്തിക്ക് വീടില്ലാത്ത കാര്യം വെച്ചിട്ട് സ്വന്തം ഫാറ്റ് ലിവർ മാറ്റിയിരിക്കുന്നത്, അതാണ് വിഷയം. അതാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. ഈ സാധനം കൃപാസനത്തിൽ വെച്ച് തന്നെ സ്നേഹം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നം തീർന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം എന്താണ്? സ്നേഹമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഈ അച്ഛൻ്റെ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ സ്മാർട്ട് ഫോണില്ലേ, ടച്ച് സ്ക്രീനിൻ്റെ സ്മാർട്ട് ഫോൺ നമ്മൾ അത് ഓഫായിട്ടിരുന്നിട്ട് പിന്നീട് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി കാണിക്കണത് എന്താ? ടച്ച് സ്ക്രീനിൻ്റെ സ്മാർട്ട് ഫോൺ ഓഫായിരുന്നിട്ട് പിന്നെ നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി കാണിക്കണത് എന്താണ്? ആൻഡ്രോയിഡ് എന്നല്ല പറഞ്ഞത്. എന്താ പറയണത്? ഇത് പവേഡ് ബൈ ആൻഡ്രോയിഡ്, സെക്യൂർഡ് ബൈ നോക്സ്. രണ്ട് സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് പവർ ചെയ്യണതെന്നാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? ഉടമ്പടി, മരിയൻ ഉടമ്പടി പവേഡ് ബൈ എന്താണ് അതറിയണം ആദ്യം. മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അത് പവേഡ് ചെയ്യും. ഇപ്പോൾ അവർക്ക് പവറായല്ല, അത് പവേഡ് ബൈ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലാണ് ഇത് പവറാകണത്. രണ്ട് രീതിയിൽ മരിയൻ ഉടമ്പടി പവേഡ് ആവും. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. രണ്ടും ശരിയാണ്. മരിയൻ കവനൻറ്റ് ഈസ് പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഇത് പവറാകും, പെട്ടെന്ന് പവറാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഇടിച്ചു തല്ലി പോയി നോക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എന്തൊക്കെയാണ് ഫലങ്ങൾ? ഒന്നുകൂടെ വായിച്ചേ. ആത്മാവിന്റെ ഫലങ്ങൾ, അതായത് ഗലാത്യർ 5:22 ഒന്ന് പറഞ്ഞ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന പറയണത് ഗലാത്യ സഭയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലിക സഭയാണ് ഗലാത്യ സഭ. അവിടെ ഇപ്പം സഭയിൽ 120 കോടിയോളം ആൾക്കാരുണ്ട്. ഈ കത്തോലിക്ക സഭയിൽ മാത്രം അത് 130 കോടിയാണെന്ന് പറയും. ഈ 130 കോടി ആൾക്കാർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അറിയാമോയെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ബബ്ബ ജപ എന്നൊക്കെ അടിക്കും. അതാണ് പ്രശ്നം, അതാണ് പ്രോബ്ലം. അത് പ്രോബ്ലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആദിമസഭയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇതാണ് വിഷയം. ഇന്ന് എത്ര ശതമാനം പേർക്ക് അറിയാം? ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവർക്ക് വരെ കമ്മിയായിട്ടും കട്ടിയായിട്ടും അറിയാൻ പാടുള്ളൂ. ഇവിടെയാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സാർവത്രിക സഭ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സഭയെക്കുറിച്ച് അറിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ, സഭയുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാനൊക്കെ ചെയ്യണത് എന്താ? പബ്ലിക് എഡ്യൂക്കേഷനാണ്, സഭയുടെ പൊതുവിദ്യാഭ്യാസമാണ് ചെയ്യണത്. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യണത്? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണതാണ്. വേറെ ഇതിൻ്റെ അകത്ത് യാതൊരു മോട്ടോയും ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. കാര്യം ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ എനിക്കറിയാം. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ വളർച്ചയല്ല ഇത് വളർന്നു കൂട്ടണത്. ഞങ്ങളുടെ അധ്വാനം വളരെ ഒരു 15% 20% അധ്വാനം ഞങ്ങൾക്ക് ആവതുള്ളൂ. ഞാൻ തന്നെ ഇടവക അച്ഛനായിരുന്നിട്ട് ഇടവക ജോലിയല്ല, 800 വീട്ടുകാർ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇടവക വികാരിയായിട്ട്. എൻ്റെ അസിസ്റ്റൻ്റ് പോലും എനിക്കില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിന് ഇവിടെ തുടങ്ങിയത്. അതാണ് പ്രശ്നം. അതിൻ്റെ വെച്ചാൽ ഇത്രയും ഉത്തരവാദിത്തത്തിൽ നിന്നിട്ട് ഞാൻ 24 കിലോമീറ്ററിൽ നിന്ന് അകലെ വന്നിട്ട് ഇവിടെ തുടങ്ങിയ സംഭവമാണിത്. ആ കാലങ്ങളിലെല്ലാം ഞാൻ ഒത്തിരിയേറെ ടെൻഷനും പ്രഷറും അടിച്ച് അമ്പലപ്പുഴ വെച്ച് എനിക്ക് പ്രഷർ കൂടി അവസാനം ക്രിയാറ്റിനായിട്ട് ചേഞ്ച് ചെയ്ത്. കാര്യം ഇതും അതും കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ വിഷമിക്കുമായിരുന്നു. അവിടെ മരണവും കല്യാണവും ക്ലാസ്സും ഒക്കെ വരുമ്പോൾ ഇവിടെയും ആരാധനയും മരിയൻ തപസ്സും രാത്രിയൊക്കെ ഞാൻ ഇവിടുന്ന് 3 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരെയും കാണും. മരിയൻ തപസ് കൂടുന്ന ആൾക്കാരെ 11 മണിക്കാണ് ദിനം തീരണത്. 11 തൊട്ട് വെളുപ്പിന് 3 മണി ഇരുന്നുകൊണ്ട് ഇതെവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരെയും കാണും. കാര്യം എനിക്ക് 5-6 മണിക്കവിടെ കുർബാനമുണ്ട്. പിന്നെ ഞാൻ അവിടെ ഉടനെ ഇവിടുന്ന് പോയി ബുദ്ധിയും ബോധവും ഇല്ലാതെ ഉറങ്ങാതെയും പോയി. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ഉണ്ട്. ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സത്യമേ ഉള്ളൂ. എന്താ കാര്യം? കർത്താവിനെ അറിയാത്തവർ അറിയണം, അറിഞ്ഞവരെ
ആഴപ്പെടുത്തണം. ദൈവമായിരിക്കണം നിൻ്റെ ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ഉടമ്പടി ഇന്ന് കത്തും. കൈയിട്ടിച്ച് കർത്താവിനെ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഉടമ്പടി ഫയറാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവസ്നേഹമാണ്. അതാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റിലും കറക്റ്റാണ്. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആനന്ദം, ആത്മസംയമനം, അതെല്ലാം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. ഇതിലാണിത് ഉടമ്പടി ഒരു സെക്ഷൻ, ഒരു സോഫ്റ്റ്വെയർ. അതാണ് ഉടമ്പടി ഫയർ ആകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സും ജീവിതവും ടോൺ ചെയ്താൽ ഉടമ്പടി പെട്ടെന്ന് ഫയർ ആകും. കാര്യം ഇത് അതിലാണിത് പവർ ചെയ്തിരിക്കുന്നത്. ഇനി മരിയ സ്പിരിച്വാലിറ്റിയിൽ ഇത് ഫയർ ആകും പെട്ടെന്ന്. മരിയ സ്പിരിച്വാലിറ്റിയിലും തുടങ്ങണ ദൈവസ്നേഹത്തിൽ നിന്നാണ് തുടങ്ങണത്. ഇപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് മിനിമം ദൈവസ്നേഹത്തിലാണ് ഈ സംഭവം ചെയ്യേണ്ടത്. ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ദൈവത്തെ എല്ലാവരും അറിയിക്കണം, ദൈവത്തിനെ അറിയാൻ പാലാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അവർക്ക് സാക്ഷ്യപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, അങ്ങനെ സാക്ഷിയാകണം. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി കത്താത്തത് എന്താണ്? അവർ ഇതിൻ്റെ അകത്ത് വന്നു തന്നെ ശപിക്കപ്പെട്ടവരായി മാറുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാവിനോട് വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇതിൽ വന്ന് ശപിക്കപ്പെട്ടവരായി മാറുന്നുവെന്ന്. എന്താ കാര്യം? അവരിവിടെ വരുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം പറയരുതെന്ന്. അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുതെന്ന്. ഇപ്പം ചില കള്ളസാക്ഷികളില്ലേ, കള്ളസാക്ഷികൾ എന്തെല്ലാം പറഞ്ഞാൽ ഹെറോദോസില്ലേ, ഹെറോദോസ് എന്താ പറഞ്ഞത്? ഹെറോദോസിൻ്റെ മുമ്പിൽ അതായത് ഇതുപോലെ ഒരു കാര്യവും അവർ പറയരുത് അങ്ങോട്ട് തീരുമാനിക്കും. പറയരുത്, സാക്ഷ്യം പറയരുത്. പറഞ്ഞാൽ നാണക്കേടാണ്. മറ്റുള്ളവർ അറിയും, ഞങ്ങളുടെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും. അപ്പോൾ ഞങ്ങൾ പണ്ട് അങ്ങനെയാണെന്ന് അവർ ധരിക്കും, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് സാക്ഷ്യം പറയരുതെന്ന് ധരിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ചുകൊണ്ട് അകത്ത് കയറും. മിക്കവാറും അവിടെ ആത്മാവിന് വരെ പ്രശ്നമായിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. കാര്യം നിങ്ങൾ എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു പിടിയുമില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്നതാണ്, പക്ഷേ ദൈവത്തിന് ആദ്യം ഒതുക്കാവുന്ന തീരുമാനിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തിനിട്ട് ആദ്യം തന്നെ പണിയാവെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതല്ലേ? അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുത്. ദൈവത്തെ മരിയ സ്പിരിച്വാലിറ്റിയുടെ എന്താണ് ഇത്? പവേഡ് ബൈ മരിയൻ കവനൻ, പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ മരിയ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ഘടകം എന്താണ്? ലുക്ക 1:46 അമ്മയുടെ സ്വസ്ത്രഗീതമാണ്. വായിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:46. അതായത് നമ്മളിപ്പോൾ എന്താ പറയണത്? മരിയൻ കവനൻ്റെ പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി. മരിയ സ്പിരിച്വാലിറ്റിയുടെ ഒന്നാമത്തെ ഘടകം മരിയൻ ആത്മീയതയുടെ ഒന്നാമത്തെ ഘടകം എന്താണ്? സ്വസ്ത്രഗീതത്തിൻ്റെ ഒന്നാമത്തെ വാക്കാണ് ലുക്ക 1:46. റീഡ് ഇറ്റ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് പറഞ്ഞേ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സംഭവം. സ്നേഹം, ആനന്ദം. ഞാൻ പറഞ്ഞില്ലേ, മരിയൻ കവനന്റ് പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ലേ. മരിയൻ കവനന്റ് ഫയർ ആകുന്നത് ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് ഗലാത്യർ 5:22. അതിനകത്ത് എന്താ? ഒന്നാമത്തത് സ്നേഹം, രണ്ടാമത്തെ എന്താണ്? ആനന്ദം. അത് തന്നെയല്ലേ ഇത്? അത് തന്നെയല്ലേ മരിയ സ്പിരിച്വാലിറ്റി വരണത്, മരിയ സ്വസ്ത്രഗീതത്തിൽ വരണത്. മരിയ സ്വസ്ത്രഗീതത്തിൽ എന്താ? ഒന്നാമത്തെ എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പിന്നെന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ സ്നേഹവുമായി ആനന്ദവുമായി രണ്ടും സെയിമാണ്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമ്മ മരിയ സ്വസ്ത്രഗീതം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് അമ്മ ഇത് പറയണത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് അമ്മ മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം പറയണത്. അപ്പം അമ്മ പറയണതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരും. ഒന്നാമത്തെ ഫലം എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളിവിടെ ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് എന്താണ്? എന്നെക്കൊണ്ട് കർത്താവിന് ഞാൻ മഹത്വപ്പെടുത്തും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഒരാൾ വോട്ട് ചെയ്യണില്ലെന്ന് വിചാരിച്ചോ, അതെന്താവും? അസാധുവാകും. വോട്ട് ചെയ്യണില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മഹത്വപ്പെടുത്താതിരുന്നാൽ
അതിന് എതിർ പാർട്ടിക്ക് ആ വോട്ട് വരും. പിടികിട്ടിയോ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, എൻ്റെ നാട്ടുകാരറിയും വീട്ടുകാരറിയും മക്കളറിയും എന്നെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഉൾവരികയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുകയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് ആർക്ക് കിട്ടി? മഹത്വം ആർക്ക് കിട്ടും? മഹത്വം അസാധുവാകത്തില്ല, മഹത്വം പിശാചിന് കിട്ടും. അതാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ മഹത്വപ്പെടുന്ന പോരായ്മയെ കരുതിയതിനാൽ പിന്നെന്താ പറ്റണത്? ആത്മവികാരങ്ങൾ ഏൽപ്പിക്കും, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നു. അതല്ലല്ലോ റോമ 1:9-29 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.